നമസ്കാരം. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാർ കാനം രാജേന്ദ്രനായിരുന്നപ്പോഴും ബിനോയ് വിശ്വമായിരുന്നപ്പോഴും പിണറായി വിജയൻ്റെ അടിമകളായി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിൽ ദിവാകരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ ഇപ്പോൾ നിശബ്ദത പാലിച്ച് മാന്യതയോടുകൂടി ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു പിണിയാളായി മാത്രമാണ് കാനം രാജേന്ദ്രൻ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ബിനോയ് വിശ്വം ആ സ്ഥാനത്തേക്ക് എത്തി. പ്രകാശ് ബാബുവാണ് ആ സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നത്. പക്ഷേ ബിനോയ് വിശ്വം പിണറായി വിജയൻ്റെ കൂടി ഒരു ശ്രമഫലമായി ബിനോയ് വിശ്വം എത്തി. MV ഗോവിന്ദനെ പോലെ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുകയും പിണറായി വിജയനോടൊപ്പം പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വെറും ഒരു ഉപകരണം മാത്രമായി ഈ ബിനോയ് വിശ്വം മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പലപ്പോഴും CPIക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ട് പോലും ഇതിലൊരു വീഴ്ച വരുത്താൻ, അതായത് പിണറായിയെ സംരക്ഷിക്കുന്നതിൽ നിന്ന് വീഴ്ച വരുത്താനോ അല്ലെങ്കിൽ പിണറായിയെ കുറ്റപ്പെടുത്താനോ ഒന്നും ഉള്ള ഒരു നിലപാടിലല്ലായിരുന്നു ബിനോയ് വിശ്വം. അതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനാൽ തന്നെ നിയമിതനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് പിന്നീട് ബിനോയ് വിശ്വത്തെ എല്ലാവരും കണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് CPIക്കും ഏറ്റുവാങ്ങേണ്ടി വന്നത്. പാർട്ടിയുടെ പല ഘടകങ്ങളിൽ നിന്നും ഇതിനെതിരെ വലിയ വിമർശനമുണ്ടായി. എന്നാൽ ഇപ്പോൾ അതൊക്കെ പലരും ചോദിച്ചിരുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയധികം ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് CPI ഈ CPMനോടൊപ്പം നിൽക്കുന്നത്? CPIയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് മാന്യതയുള്ളവരാണ്. അവർക്ക് ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനായാലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിനായാലും അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ സൗമ്യതയുണ്ട്, മര്യാദയുണ്ട്. പക്ഷേ CPMകാർ അങ്ങനെയല്ല, വേട്ടപ്പട്ടികളെ പോലെയാണ് അവരുടെ ഒരു പ്രവൃത്തി. അതുകൊണ്ടാണ് ഈ CPMും CPIയും തമ്മിൽ പേരിൽ ഒരു സാമ്യമുണ്ടെങ്കിലും ഈ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതിയിൽ ഒരു സാമ്യമില്ലാതെ പോയത്. എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് CPI കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നുള്ളതാണ്. ഇതാണല്ലോ അന്നത്തെ അണികളും ജനങ്ങളും ഒക്കെ ആഗ്രഹിച്ചതും പറഞ്ഞതുമൊക്കെ. പിണറായി വിജയനെയും CPMനെയും വിട്ട് കോൺഗ്രസിലേക്ക് പോയിരുന്നെങ്കിൽ, UDFിലേക്ക് പോയിരുന്നെങ്കിൽ CPMന് ഇന്ന് മന്ത്രിമാരുണ്ടാകുമായിരുന്നു. അവർക്ക് ഇത്രയധികം അധപതനം സംഭവിക്കുമായിരുന്നില്ല. അവസാന സമയത്തെങ്കിലും പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകളെ, അഴിമതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇനി ഒരിക്കലും ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല, പൂർണ്ണമായും തകർച്ചയിലേക്ക് ഈ മുന്നണി പോകും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്ന് UDFിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് മന്ത്രിമാരുണ്ടാകുമായിരുന്നു, മാന്യതയുണ്ടാകുമായിരുന്നു. എന്നാൽ അന്ന് അത് തയ്യാറായില്ല. വീണ്ടും വിചാരമുണ്ടായിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു തീരുമാനവും അഭിപ്രായവും ഒക്കെ പാർട്ടിക്കുള്ളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിനോടൊപ്പം രാഷ്ട്രീയ സഖ്യം ഉണ്ടായിരുന്ന കാലത്താണ് CPIക്ക് വളർച്ച ഉണ്ടായിരുന്നതെന്നാണ് CPI എറണാകുളം ജില്ലാ കൗൺസിലിൽ ചർച്ച നടന്നത്. UDFിൻ്റെ ഭാഗമായിരിക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ CPIക്ക് നല്ലതെന്നുള്ള അഭിപ്രായവും ഈ ചർച്ചയിൽ ഉയർന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ പരാജയം വിലയിരുത്താൻ കൂടിയ യോഗത്തിലാണ് ഈ അഭിപ്രായം ഉയർന്നിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പമാണ് CPI നിൽക്കുന്നത്. കേരളത്തിലും കോൺഗ്രസിനോടൊപ്പം മികച്ച ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനിയും അതിന് കഴിയുമെന്ന് ഉറപ്പാണ്. നിലവിൽ ഇടതുമുന്നണിയിൽ തിരുത്തൽ ശക്തിയായി മാറാൻ CPIക്ക് കഴിയുന്നില്ല. UDFിൻ്റെ ജനാധിപത്യ സ്വഭാവമാണ് മുന്നണി ഭരണത്തിന് നല്ലത്. കേരളത്തിന് പുറത്ത് ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പമാണ് CPI നിന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിലും കോൺഗ്രസിനോടൊപ്പം മികച്ച ഭരണം CPIക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിന് കഴിയുകയും ചെയ്യും. നിലവിൽ ഇടതുമുന്നണിയിൽ തിരുത്തൽ ശക്തിയായി മാറാൻ CPIക്ക് കഴിയുന്നില്ല. UDFിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്. ആ ജനാധിപത്യ സ്വഭാവമാണ് ഈ ഭരണത്തിന് നല്ലത്. ജനങ്ങൾ അതാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലും CPIയുടെ മുതിർന്ന നേതാക്കളുടെ നിലപാടുകളെ ഈ വിമർശിക്കുന്ന അഭിപ്രായങ്ങൾ പലയിടങ്ങളിലുമുണ്ടായി. CPIയുടെ ഇടതുമുന്നണിയുടെ ഭരണത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിലും തിരുത്തുന്നതിലും മുന്നണിയും നേതാക്കളും പരാജയപ്പെട്ടതും ജനപ്രിയരല്ലാത്ത നേതാക്കൾ മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നയിച്ചതുമാണ് പരാജയത്തിന് കാരണമായതെന്നും ജില്ലാ കൗൺസിലും ജില്ലാ എക്സിക്യൂട്ടീവും വിലയിരുത്തി. എന്തായാലും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെയാണ് CPIയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താമസിച്ചിട്ടായാലും CPIക്ക് വീണ്ടും വിചാരമുണ്ടായിരിക്കുന്നു. CPI കൂടി മുന്നണിയിൽ നിന്ന് വിട്ടാൽ CPM കൂടുതൽ ദുർബലതയിലേക്ക് പോകും. കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടികൾ, കേരള കോൺഗ്രസ് എമ്മും ബിയും ഒക്കെ നശിച്ച് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് CPM മാത്രമാണ്. അതിൽ തന്നെ 33 സീറ്റിൽ അവരുടെ ഘടകകക്ഷികളുടെ സീറ്റുകളൊക്കെ പോയാൽ ഇനി അതിലും താഴേക്ക് പോകും CPMൻ്റെ അവസ്ഥ. ക്രിമിനലുകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗുണ്ടാ സംഘമായി CPM പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. എന്തായാലും CPIയുടെ ഈ തീരുമാന അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ ഉയർന്നു വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബിനോയ് വിശ്വത്തിന് അവിടെ യാതൊരു വോയിസും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അണികളും വിമതരായ നേതാക്കളുമൊക്കെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്താൽ CPI LDF വിട്ട് UDFിലേക്ക് പോകും. അത് CPIക്കും UDFിനും ഗുണം ചെയ്യുകയും ചെയ്യും.